ഹായ് ഓൾ. അപ്പം ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആവാൻ ഞാൻ ഉപയോഗിച്ച സീക്രട്ട് പ്രൊഡക്റ്റ് നിങ്ങൾക്കും അറിയണമെന്നുണ്ടെങ്കിൽ കമന്റിലെ ലിങ്ക് കമന്റ് ചെയ്തോ എന്നാണല്ലോ സാധാരണ ആൾക്കാർ പറയാറ്. പക്ഷേ എങ്കിൽ ഞാൻ ഇവിടെ ഉപയോഗിച്ച സീക്രട്ട് പ്രൊഡക്റ്റ് ഞാൻ ഇപ്പൊ തന്നെ കാട്ടിത്തരാം. ആദ്യത്തെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ ഉപയോഗിച്ച ബൾബാണ്. ഈ കുഞ്ഞൻ ബൾബ് വെച്ചിട്ടാണ് വീഡിയോ എടുത്തത്. രണ്ടാമത്തെ ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. ദേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ കാണുന്ന വലിയ ബൾബിലാണ് ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. ഇപ്പെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ ഇൻഫ്ലുവൻസേഴ്സ് പകുതി പേരും പറ്റിക്കുകയാണ് ഗൈസ്. അവർ ഏതെങ്കിലും ബ്രൈറ്റ്നസും കോൺട്രാസ്റ്റും എല്ലാം കുറച്ചൊരു ഫോട്ടോ ആദ്യം കാട്ടിയിട്ട് അതെല്ലാം കൂട്ടി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയ ഒരു ഫോട്ടോ നിങ്ങളെ കാട്ടിയിട്ടാണ് നിങ്ങളെ പറ്റിക്കുന്നത്. ഇതിനാ അവർ പറ്റിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറ്റിക്കാൻ പോയി നിന്ന് കൊടുക്കുന്നതുകൊണ്ടാണ്. അവർ ലിങ്ക് കമന്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ലിങ്ക് കമന്റ് ചെയ്യാൻ പോകുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് അത്രയ്ക്ക് 2025 നിങ്ങൾ എല്ലാവരും ജീവിക്കുന്നത്. നിങ്ങൾക്ക് അവർ കാട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. പകരം നിങ്ങൾ ലിങ്ക് കമന്റ് ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് അവിടെ പൈസ കിട്ടുകയാണ്, അവർക്ക് അവിടെ കമ്മീഷൻ കിട്ടും ഓരോ പ്രൊഡക്ട്സും സെയിൽ ചെയ്യുമ്പോൾ. അപ്പൊ മാക്സിമം സെയിൽസ് കൂട്ടിയാൽ എന്താവും, അവർക്ക് മാക്സിമം പൈസ കിട്ടും. 1000 പേര് മേടിച്ചാൽ അവർക്ക് 10,000 രൂപ കിട്ടും. ഇത് 10,000 പേര് പ്രൊഡക്റ്റ് മേടിച്ചിട്ടുള്ള വീഡിയോസ് വരെ ഉണ്ട്. അതായത് 1.5 ലക്ഷം 1 ലക്ഷം ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട് കമ്മീഷൻ ബേസിൽ മാത്രം. അപ്പൊ സ്വാഭാവികമായിട്ടും മോശം പ്രൊഡക്റ്റ് ആണെങ്കിലും അവർ മാക്സിമം ആ പ്രൊഡക്റ്റിനെ ഹൈപ്പ് ചെയ്ത് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ നോക്കും. അതിനുവേണ്ടി അവർ ഇതേപോലത്തെ പല തന്ത്രങ്ങളും ഇറക്കും. അവർക്ക് ആകെ ആവശ്യം നിങ്ങളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുക, അതിന്റെ കമ്മീഷൻ കിട്ടുക, അതിന്റെ പ്രൊമോഷന്റെ ചാർജസ് വാങ്ങുക. ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എത്രത്തോളം അവരുടെ ലിങ്ക് ത്രൂ ഇത് വാങ്ങുന്നോ അവർക്ക് പിന്നെയും ഹരം കൂടും. അപ്പൊ സ്വാഭാവികമായിട്ടും ഉടായ്പ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ പിന്നെയും ഇതൊക്കെ വാങ്ങിച്ച് നിങ്ങളുടെ പൈസ കളയും, അവർ നല്ല പൈസക്കാരാവും ചെയ്യും. പിന്നെ ഉള്ളത് പറയാലോ, ഇതെല്ലാം ഒരു ചെറിയൊരു വിഭാഗം ആൾക്കാർ മാത്രമാണ്. നല്ലത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറെ ഫ്രോഡ് ടീംസ് പൈസയ്ക്ക് വേണ്ടി മാത്രം ഇങ്ങനെ സെല് ചെയ്യുന്ന കാരണമാണ് ഞാനിപ്പോ ഇങ്ങനെ ഒന്ന് പറയേണ്ടി വന്നത്. പക്ഷേ ഈ ലിങ്ക് ഒന്നും ഷെയർ ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനെ സംബന്ധിച്ച് അവർക്കും ജീവിക്കണ്ടേ, അവർക്കും ഒരു വരുമാനം ഇല്ലാതാവും. സോ ഇത് ചെയ്യുന്ന എല്ലാവരും തെറ്റ് പറയുന്നൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഗൈസ് ഫ്രോഡെന്ന് തോന്നുന്ന ടീമിന്റെ അടുത്തുനിന്ന് ലിങ്ക് വാങ്ങണ്ട. പകരം നല്ലതെന്ന് നിങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസമുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ലിങ്ക് വാങ്ങിച്ചോ, അവർക്ക് ചെറിയൊരു പൈസ ഉണ്ടാക്കി കൊടുത്തോ. കാരണം അവർക്കും ജീവിക്കണമല്ലോ, അതിൽ തെറ്റൊന്നും നമുക്ക് പറയാനില്ല. ഉടായ്പിൽ പെടാനും പെടാതിരിക്കാനും ഉള്ള വഴി നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്.